നമ്മളെല്ലാവരും കരുതിയത് റഷ്യ യുക്രൈൻ യുദ്ധം ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുമെന്നായിരുന്നു. എന്നാൽ ഇന്ന് യുദ്ധം അതിന്റെ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന റഷ്യ ചെന്നെത്തി നിൽക്കുന്നത് ഒരു പടുകുഴിയുടെ വക്കിലാണ്. 4ാം വർഷത്തിലേക്ക് കടക്കുന്ന യുക്രൈൻ യുദ്ധം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം തുടങ്ങി 1000-ലധികം ദിവസങ്ങൾ പിന്നിടുമ്പോൾ യുദ്ധം ജയിക്കാനല്ല, മറിച്ച് തകരാതെ എങ്ങനെ അതിജീവിക്കാം എന്നതിലേക്ക് പുടിന്റെ ലക്ഷ്യം മാറിയിരിക്കുകയാണ്. പരിക്കേറ്റ സൈനികരെ വരെ യുദ്ധകളത്തിലേക്ക് തിരിച്ചയക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. ഈ സാഹചര്യം യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവി എങ്ങോട്ട് എന്നതിനെക്കുറിച്ച് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. എന്താണ് റഷ്യയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? വ്ളാഡിമിർ പുടിൻ ഒരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കുകയാണോ? 2026 ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കാം. യുദ്ധം തുടങ്ങി 1000-ലധികം ദിവസങ്ങൾ പിന്നിടുമ്പോൾ പുടിൻ തന്റെ സൈനിക നീക്കങ്ങളിൽ ഒരു വഴിമുട്ടിയ അവസ്ഥയിലാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈനികരുടെ കടുത്ത ക്ഷാമം റഷ്യയെ വല്ലാതെ അലട്ടുന്നുണ്ട്. ജനുവരി അവസാന വാരത്തിൽ യുക്രൈനിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഒരാഴ്ചത്തെ ആക്രമണ വിരാമം റഷ്യ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് സമാധാനത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടല്ല, മറിച്ച് റഷ്യൻ സൈന്യത്തിന് ആയുധങ്ങളും മനുഷ്യശക്തിയും പുനഃക്രമീകരിക്കാനുള്ള സമയം ആവശ്യമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. പരിക്കേറ്റ സൈനികർക്ക് പോലും വിശ്രമം നൽകാതെ വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കുന്നു എന്നത് റഷ്യൻ സേനയുടെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. സൈനിക ശക്തിയുടെ കാര്യത്തിൽ ലോകത്തെ വൻ ശക്തികളിലൊന്നായ റഷ്യയ്ക്ക് യുക്രൈൻ പോലുള്ള ഒരു ചെറിയ രാജ്യത്തിനെതിരെ ഇത്രയധികം കാലം പൊരുതേണ്ടി വന്നത് ആശ്ചര്യകരമായി തോന്നാം. എന്നാൽ യുക്രൈൻ നൽകുന്ന പ്രതിരോധവും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണയും റഷ്യയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു എന്ന് വേണം പറയാൻ. നിലവിൽ യുക്രൈന്റെ ഏകദേശം 20% ഭൂഭാഗവും റഷ്യയുടെ നിയന്ത്രണത്തിലാണെങ്കിലും കഴിഞ്ഞ 2 വർഷമായി ഇതിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഓരോ ഇഞ്ച് ഭൂമിക്കുമായി ആയിരക്കണക്കിന് സൈനികരുടെ ജീവനാണ് റഷ്യ ബലി കൊടുക്കുന്നത്. റഷ്യയുടെ സമീപകാലത്തെ നീക്കങ്ങൾ പരിശോധിച്ചാൽ അവയിൽ ഒന്നും തന്നെ ഒരു മുൻതൂക്കം കാണാൻ സാധിക്കില്ല. റഷ്യൻ സേന ഇപ്പോൾ ദിവസേന വെറും 15 മുതൽ 70 മീറ്റർ വരെ മാത്രം മുന്നേറുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇത് ശരിക്കും 1ാം ലോക മഹായുദ്ധകാലത്തെ കിടങ്ങ് യുദ്ധങ്ങൾ, അതായത് ട്രെഞ്ച് വാർസ് ഓർമ്മിപ്പിക്കുന്നവയാണ്. 2026 ജനുവരി അവസാന വാരം ഒരു ചെറിയ വെടിനിർത്തൽ റഷ്യ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് സമാധാനം ആഗ്രഹിച്ചിട്ടല്ല, മറിച്ച് പരാജയപ്പെട്ട് നിൽക്കുന്ന സൈന്യത്തിന് ആയുധങ്ങളും മനുഷ്യശക്തിയും പുനഃക്രമീകരിക്കാനുള്ള സമയം കണ്ടെത്താനാണെന്ന് നിരീക്ഷകർ പറയുന്നു. അബുദാബിയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളും ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. യുക്രൈന്റെ 20% ഭൂമി വിട്ടു നൽകണമെന്ന റഷ്യയുടെ വാദവും 1 ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകില്ല എന്ന യുക്രൈന്റെ തീരുമാനവുമാണ് ചർച്ചകളെ അനിശ്ചിതത്വത്തിലാക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ക്രെംലിൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ അതിവിചിത്രമാണ്. റഷ്യൻ സൈന്യം നേരിടുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആൾനാശമാണ്. തടവുകാരെയും വിദേശ കൂലിപ്പടയാളികളെയും കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശമ്പള വർധനവ് നൽകിയിട്ടും യുവാക്കൾ സൈന്യത്തിൽ ചേരാൻ മടിക്കുന്നത് പുടിന്റെ ആഭ്യന്തര പ്രതിച്ഛായയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഉപരോധങ്ങൾ കാരണം റഷ്യൻ സാങ്കേതിക മേഖലയും വ്യാപാരവും തകർന്നിരിക്കുകയാണ്. പണപ്പെരുപ്പം താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കുകയാണ്. എന്നിട്ടും ഇത് തന്റെ വ്യക്തിപരമായ അഭിമാനത്തിന്റെ പ്രശ്നമായി കണ്ട് പുടിൻ മുന്നോട്ട് പോകുന്നത് രാജ്യത്തെ വലിയൊരു സാമൂഹിക ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്. ഈ യുദ്ധം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്നതിലുപരി ജനാധിപത്യവും സ്വച്ഛാധിപത്യവും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറിയിരിക്കുകയാണ്. പുടിന്റെ പരാജയം എന്നത് റഷ്യയുടെ മാത്രം പരാജയമല്ല, മറിച്ച് ആധുനിക ലോകത്ത് അധിനിവേശ രാഷ്ട്രീയത്തിനുള്ള ഒരു മറുപടി ആയിരിക്കും. എന്നാൽ പുടിൻ അത്ര പെട്ടെന്ന് പിൻവാങ്ങുമെന്ന് കരുതാൻ വയ്യ. ഒരു മൂലയിൽ ഒതുക്കപ്പെട്ട മൃഗത്തെ പോലെ അദ്ദേഹം കൂടുതൽ അപകടകാരി ആയേക്കാം. ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്ന ഇടയ്ക്കിടയ്ക്കുള്ള ഭീഷണികൾ ഇതിന്റെ സൂചനയാണ്. എന്നിരുന്നാലും ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും യുക്രൈന് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്താൽ ഈ യുദ്ധത്തിന് നീതിപൂർവമായ ഒരു അന്ത്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുക്രൈനിലെ ഖനിത്തൊഴിലാളികൾ സഞ്ചരിച്ച ബസ്സിന് നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണമുണ്ടായി. ഇതിൽ 12 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അമേരിക്ക തയ്യാറാക്കിയ പുതിയ സമാധാന കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ അബുദാബിയിൽ നടക്കും. റഷ്യ യുക്രൈന്റെ കിഴക്കൻ ഡൊണസ്ക് മേഖല പൂർണ്ണമായും തങ്ങൾക്ക് വേണമെന്ന് വാശി പിടിക്കുകയാണ്. സമാധാന ചർച്ചകൾക്കിടയിലും റഷ്യൻ ആക്രമണങ്ങൾ ശരിക്കും തുടരുന്നത് സമാധാന സാധ്യതകളെ വല്ലാതെ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു ഭരണാധികാരിയുടെ അമിതമായ ആത്മവിശ്വാസം എങ്ങനെ ഒരു വൻ ശക്തിയെ തകർക്കാം എന്നതിന്റെ ഉദാഹരണമായി ചരിത്രം ഈ യുദ്ധത്തെ അടയാളപ്പെടുത്തും. മുന്നോട്ട് പോകാൻ വഴിയില്ലാത്ത, എന്നാൽ പിന്നോട്ട് പോകാൻ മാനം സമ്മതിക്കാത്ത ഒരു അവസ്ഥയിലാണ് പുടിൻ ഇപ്പോൾ. 2026 ഈ വരാനിരിക്കുന്ന മാസങ്ങൾ യുദ്ധത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ റഷ്യയ്ക്ക് തങ്ങളുടെ നയങ്ങളിൽ വലിയൊരു മാറ്റം വരുത്തേണ്ടി വരുമെന്ന് ചുരുക്കം. സമാധാനത്തിനുള്ള വാതിലുകൾ ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ടെങ്കിലും അതിലൂടെ കടന്നുപോകാൻ വേണ്ട രാഷ്ട്രീയ ഇച്ഛാശക്തി പുടിൻ കാണിക്കുമോ എന്നതാണ് നിർണായകമായ ചോദ്യം. വരാനിരിക്കുന്ന മാസങ്ങൾ ഈ യുദ്ധത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.